ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറൽ സയൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് LPP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്, അത് കാണുക. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. അതുപോലെ തന്നെ ഇന്നാണ് ഫെബ്രുവരി 19, ഇന്നാണ് നമ്മൾ പുതിയ LP-UP ക്രാഷ് ബാച്ച് 12ാമത്തെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കാണുന്ന 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിലെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു ദിവസം 3 മണിക്കൂറിലധികം ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും മോഡൽ പരീക്ഷ OMR ബബിൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസവും ടൈം ടേബിൾ തരുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാ മേഖലകളും പഠിക്കാൻ തരുന്നുണ്ട്. കറണ്ട് അഫെയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാൻ സമയമില്ല. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ 12ാമത്തെ ക്രാഷ് കോഴ്സിൽ LP-UPയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ജനറൽ സയൻസിൻ്റെ സെക്കൻഡ് പാർട്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ മോക്ക് ടെസ്റ്റിനകത്ത് 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്വേതരക്താണുക്കളിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഓപ്ഷൻ വായിച്ച് കഴിഞ്ഞതും നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതിയിട്ട് നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചോദ്യം കാണാനായിട്ടൊക്കെ. ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈസ്നോഫില്ലാണോ, ലിംഫോസൈറ്റ് ആണോ, മോണോസൈറ്റ് ആണോ, ന്യൂട്രോഫില്ലാണോ, ഏതാണ് എന്ന് 5 തരത്തിലുള്ളതുണ്ടല്ലോ. ഇവിടെ 4 തന്നിട്ടുള്ളത്. ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. ഏതാണ് ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിപ്പം കൂടിയത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ 2ലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ് എന്നുള്ളതാണ്. ഈസ്നോഫില്ലാണോ, ബേസോഫില്ലാണോ, മോണോസൈറ്റാണോ, ന്യൂട്രോഫില്ലാണോ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ഓപ്ഷൻ മാത്രം എഴുതിയാൽ മതി. നമ്മൾ പിന്നെ വരുമല്ലോ അല്ലേ, പിന്നെ ഇത് നോക്കുമ്പോൾ ഉത്തരം നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇതിലേതാണെന്നുള്ളതാണ്. ഇനി നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, അത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഉണ്ണാക്കാണോ, ഗ്രസനിയാണോ, ക്ലോമപിധാനമാണോ, പാൻക്രിയാസ് ആണോ? ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ആവശ്യമുള്ളവർ പോസ് ചെയ്തോളൂ. അടുത്തത് 4ാമത്തേത് ചന്ദ്രൻ്റെ ഭ്രമണകാലം എത്രയാണ്? ചന്ദ്രൻ്റെ ഭ്രമണകാലം എത്രയാണ്? 12.3 ദിവസം, 24.3 ദിവസം, 27.3 ദിവസം, 30.3 ദിവസം. ഇതിലേതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, എഴുതുക. ഓക്കെ, ഇങ്ങനെ തരുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. കൺഫ്യൂഷൻ വേണ്ട, ഒന്നിരുത്തി വായിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അടുത്തത് 5. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണോ, കാൽസ്യമാണോ, ഫോസ്ഫറസ് ആണോ, ഹീലിയമാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. നോക്കിയിട്ട് എഴുതുക. നമ്മൾ ലാസ്റ്റ് മാർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ എത്ര, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം എടുക്കാത്തത്. അടുത്ത 6ാമത്തേത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് വായിച്ചോളൂ. ഓസോൺ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, മീഥൈൻ ആണോ, ജലബാഷ്പമാണോ? ഇതിലേതാണ് ഇത് ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് 7ലേക്ക് പോവുകയാണെങ്കിൽ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന നമ്മുടെ ശരീരഭാഗം ഏതാണ് എന്നുള്ളതാണ്. അസ്ഥികളെയാണോ ബാധിക്കുന്നത്, ശ്വാസകോശത്തെയാണോ, ത്വക്കിനെയാണോ, കരളിനെയാണോ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ഓക്കെ അല്ലേ? അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? തിമിരമാണോ, ഗ്ലോക്കോമയാണോ, സിറോഫ്താൽമിയയാണോ, ദീർഘദൃഷ്ടിയാണോ? ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 9. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ്? തുടയെല്ല്, തലയോട്, നട്ടെല്ല്, പല്ലിൻ്റെ ഇനാമൽ.
ഓക്കെ, എനിക്കറിയാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, 15ൽ 15 നേടാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ടെന്ന് വെച്ചാൽ പലരും ഒന്ന് ആയി വരുന്നവരേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ടഫിലേക്ക് പോയാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 1-2 ക്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രസ്താവന രീതിയിലുള്ളതൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു തരുന്നത്. നമുക്ക് കൂടുതൽ ടഫിലേക്ക് നമ്മൾ പോകും, കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ തരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ എങ്ങനെയാണ് നിലവാരം എന്ന് നമുക്ക് കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ്റെ നിലവാരം മാറ്റുന്നതായിരിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ, പദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടെ വായിക്കാം. പദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? നമ്മൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 10 അവസ്ഥകളോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ പ്ലാസ്മ, ദ്രാവകം, ഖരം, വാതകമാണ്. ഇതിലേതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ഉത്തരം എഴുതിക്കോളൂ. 11, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫില്ലാണോ, ക്ലോറോഫില്ലാണോ, തിയോഫില്ലാണോ, ക്ലോറോപ്ലാസ്റ്റിക് ആണോ, ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. 12, വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്രയോമീറ്റർ, പൈറോമീറ്റർ, ബാരോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇതിലേതാണെന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. 13, ഇലക്ട്രോൺ കണ്ടെത്തിയതാര്? ഇത് തെറ്റിക്കരുത്. നമ്മളൊരു കോഡൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിൻ്റെ കാര്യമായാലും ന്യൂട്രോണിൻ്റെ കാര്യമായാലും ഒക്കെ നമ്മളെന്ത് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ കാര്യം ഒക്കെ നമ്മളത് കൃത്യമായിട്ട് ഈ 3 എണ്ണവും അത് കണ്ടുപിടിച്ച ആൾക്കാരുടെയും ആയിട്ടുള്ള കോഡ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് തെറ്റിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ്? ജെ തോംസൺ, ഏണസ്റ്റ് റുദർഫോർഡ്, ജോൺ ഡാൾട്ടൺ, ജെയിംസ് ചാഡ്വിക്ക്. ഓക്കെ, ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അടുത്തത് 14ാമത്തെ, അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പെപ്സിനാണോ, ട്രിപ്സിനാണോ, അമിലേസ് ആണോ, ലിപ്പേസ് ആണോ എന്നുള്ളത് നോക്കുക. ഏതാണ് എന്നുള്ളത് എന്താണ്? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം ഏത് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. അവസാന ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക ഏത്? പ്രോട്ടോണാണോ, ആറ്റമാണോ, മൂലകമാണോ, തന്മാത്രയാണോ എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യനാണ് ഇവിടെ പറഞ്ഞത്. 15-നകത്ത് നിങ്ങളെല്ലാം ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ആൻസർ, അപ്പോൾ അത് എക്സ്പ്ലനേഷനൊന്നും അധികം നമുക്ക് വേണ്ടി വരാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആൻസർ പറഞ്ഞു പോകാം. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യുക. 1ാമത്തേത്, ശ്വേതരക്താണുക്കൾ ഏറ്റവും വലിപ്പം കൂടിയത് ഏതാണ്? അത് മോണോസൈറ്റ് ആണ് അല്ലേ, മോണോസൈറ്റ്. ഓപ്ഷൻ സി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഇതാണ്, മോണോസൈറ്റ് ആണ്. അടുത്തത് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അതേതാണ്, ബേസോഫിൽ അല്ലെ. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നത് ബേസോഫിലാണ്. ബേസോഫിൽ ഇവിടെ ഓപ്ഷൻ ബി ആണ് ബേസോഫിൽ. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന ശ്വേതരക്താണുമാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. അടുത്തതോ, ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? നമുക്കറിയാം നമ്മുടെ ക്ലോമപിധാനം എന്നാണ് അതിനെ പറയുക അല്ലേ. ആഹാരം എന്ത് ചെയ്യാണ്, നമ്മുടെ ശ്വാസനാളത്തിലേക്ക്, ശ്വാസം എടുക്കുന്ന ആ ശ്വാസനാളത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടയുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ ക്ലോമപിധാനം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ക്ലോമപിധാനമാണ് 3ാമത്തേൻ്റെ ആൻസർ. 4ലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ ഭ്രമണകാലം എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 27 എന്നായിരിക്കും ചിലർ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് 27.3 തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, 27.3 ദിവസമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം 4ാമത്തേതിൻ്റെ. അടുത്ത 5, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിൽ ഇരുമ്പാണ് അടങ്ങിയിട്ടുള്ളത്. ഓപ്ഷൻ എ ഇരുമ്പാണ് ഇവിടെ 5ാമത്തേതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. 6, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണം ആകാത്തതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണമാകാത്തത് ഏത് എന്നുള്ളത്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിക്കാൻ പറയുന്നത്. കാരണമാകാത്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാകും, മീഥേൻ അതിനൊരു കാരണമാണ്, ജലബാഷ്പം എടുക്കുകയാണെങ്കിൽ അതിനൊരു കാരണമാണ്, പിന്നീട് ഓസോൺ അതിനൊരു കാരണമല്ല. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകാത്തത് ഏതാണ്? ഇതിൽ ഓസോൺ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്തത് 7, ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം അല്ലേ. ഫംഗസ് രോഗങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ ബാധിക്കുക? നമ്മുടെ ത്വക്കിലാണ് ബാധിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ, ത്വക്കിനെയാണ് ഫംഗസ് രോഗങ്ങളൊക്കെ ബാധിക്കുന്നത്. ഓക്കെ, ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ത്വക്കാണ്. അടുത്തതോ, നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്?
അത് ഗ്ലോക്കോമ അല്ലേ, കണ്ണിൽ പ്രഷർ വന്നിട്ട് അല്ലേ കാഴ്ച പോകുന്ന ഒരവസ്ഥയാണത് ഗ്ലോക്കോമ അല്ലേ. അപ്പോൾ നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഓക്കെ അല്ലേ. അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ്? നമ്മൾ പറഞ്ഞിട്ട് ഇനാമല്ലേ, പല്ലിൻ്റെ ഇനാമൽ. ഓപ്ഷൻ ഡി, പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമുള്ള ഭാഗം എന്ന് പറയുന്നത്. അടുത്തത് പദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ അല്ലേ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കുറേ. ഇതിനകത്ത് അത് മാത്രമേ തന്നിട്ടുള്ളൂ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ മാത്രം 4 തന്നിട്ടുള്ളൂ അല്ലേ. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് അല്ലേ. നമ്മൾ കുറേ ക്വാർക്ക്, ഗ്ലൂവാൻ, ടൈം ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അവസ്ഥകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് 4 തന്നിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ അല്ലേ. ഇവിടെ പ്ലാസ്മ എടുക്കുകയാണെങ്കിലോ, ദ്രാവകം എടുക്കുകയാണെങ്കിലോ, വാതകം എടുക്കുകയാണെങ്കിലോ ഇല്ല. പക്ഷേ ഖരം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ അടുപ്പം അതായിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. 10 എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഖരമാണ് ഇവിടെ ഉത്തരം. 11ാമത്തേതോ, ഇലകൾക്ക് പച്ചനിറം നൽകുന്നത് ഏതാണ്? അത് നമുക്കറിയാം, ക്ലോറോഫില്ലേ. ക്ലോറോഫില്ലാണ് ഇലകൾക്ക് പച്ചനിറം നൽകുന്നത് നമുക്കറിയാം. നിറങ്ങളെ പറ്റി നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട്. ഇനി വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ക്രയോമീറ്റർ ആണ്. ക്രയോമീറ്റർ, ഓപ്ഷൻ എ, ക്രയോമീറ്റർ. വളരെ താഴ്ന്ന ഊഷ്മാവ് മനസ്സിലാക്കണം. വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് 13ലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ PEN, പെൻ എന്ന് പറഞ്ഞിട്ട് RTC, ഇത് പറഞ്ഞിട്ടുള്ളവർക്ക് അറിയാം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? തോംസൺ. ആരാണ്? JJ തോംസൺ. ഓക്കെ, 13ാമത്തേൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, JJ തോംസൺ ആണ്. 14, അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം ഏതെന്നാണ് ചോദിച്ചാൽ, അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ഏതാണ്? അത് അമിലേസ് ആണ്. ഓപ്ഷൻ സി ആണ്. 14ാമത്തേത് ഓപ്ഷൻ സി ആണ്, അമിലേസ് ആണ് ഉത്തരം. 15ലേക്ക് കിടക്കുമ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയൊരു പദാർത്ഥത്തിൻ്റെയാണ് ഇവിടെ പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചാൽ ഇവിടെ ആറ്റത്തിലേക്കല്ല പോകേണ്ടത്. നമുക്ക് ഓപ്ഷൻ ഡി, തന്മാത്രയാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എന്നല്ലേ ഇവിടെ പറഞ്ഞത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇവിടെ 15 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 15 വളരെ സിമ്പിളായിട്ടുള്ള ബേസായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്കറിയാം, വളരെ ബേസായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് ഇത് ചിലപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പഠിച്ചിട്ടുള്ള അത്യാവശ്യം അറിഞ്ഞ ബേസൊക്കെ അറിയുന്നവർക്ക് ഇത് മുഴുവൻ മാർക്കും വാങ്ങാൻ സാധിക്കും. നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ആരംഭിച്ചിട്ടുള്ള നമ്മുടെ 12ാമത്തെ LP ഉൾപ്പെടെ ക്രാഷ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കാം. ഇനിയും സമയം വൈകിട്ടില്ല. ഇനിയും പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മളുണ്ട്, പേജ് 3 ഉണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വപ്നത്തിൽ എന്താണ് കൈപിടിച്ച് ഉയർത്താൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മറ്റെല്ലാ സേവനങ്ങൾക്കും പേജ് 3യുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു റിവിഷനോ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സോ ആയിട്ട് എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ, താങ്ക് യു.